അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഈസിയായി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം എന്നാണ്. ആദ്യം സവാള നന്നായി നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ 7-8 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നന്നായി അരിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഞാനിത് ഒരു 6-8 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 8 സവാള എടുത്തത്. നിങ്ങൾ എത്രയാൾക്ക് വേണ്ടിയിട്ടാണുള്ളത് അതിനനുസരിച്ച് സവാള എടുക്കുക. പിന്നെ ഇവിടെ കുറേ മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സവാള അധികം എടുത്തതാണ്. നിങ്ങൾ ആവശ്യത്തിന് സവാള എടുത്തതിന് ശേഷം അത് നന്നായി നൈസായിട്ട് അരിയുക. ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് 8 എടുത്തിട്ടുള്ളത്. സവാള അരിഞ്ഞതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ആവാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് രണ്ടും ചതച്ചതിന് ശേഷം പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 10 അല്ലി വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളിയായിരുന്നു. അത് ചതച്ച് പ്ലേറ്റിലേക്ക് മാറ്റി. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് എടുത്തു. ഞാനിവിടെ ഒരു 10 പച്ചമുളകാണ് എടുത്തത്. 10 പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 10 എടുത്തത്. നല്ല സ്പൈസി ആവേണ്ടത്. പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഞാൻ പിന്നെ ഒരു 6 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് 6 എടുത്തത്. അത് അരിഞ്ഞതിന് ശേഷം കുക്കർ ഗ്യാസിൽ വെച്ചു. കുക്കർ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ചേർത്തു. ഒരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ പച്ചമയം മാറുന്നതിനിടെ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പത്താണ് അത് വെച്ചത്. അത് പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു പീസ് സവാള അരിഞ്ഞതിട്ടു. അത് കുറച്ച് മുരിഞ്ഞതിന് ശേഷം അത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കറുപ്പ, പട്ട, ഏലക്കായി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് അതൊരു മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അത് പതുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി നോക്കിയിട്ട് വരാം. നമ്മുടെ ഉള്ളി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ പേസ്റ്റ് ഇവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക് ചേർത്തു. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒരു പച്ചമയം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്തു. തക്കാളി ഇട്ട് ഒരു പച്ചമയം ജസ്റ്റ് ഒന്ന് ഇതാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ചൊരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി വിസിലടിപ്പിക്കുക. നമ്മളിപ്പോൾ ഒരു 4-5 വിസിലടിപ്പിച്ചിട്ടുണ്ട്. 5 വിസിലടിപ്പിച്ച് നന്നായി അടിയാൻ വേണ്ടിയാണ് 5 വിസിലടിപ്പിച്ചത്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. മക്കളെ പള്ളിയിലേക്ക് പോയി, അവരെ റെഡിയാക്കി പള്ളിയിലേക്ക് അയച്ചു. പിന്നെ നമ്മൾ വീണ്ടും ബിരിയാണിയിലേക്കുള്ള പണി നോക്കി. ചിക്കൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പും മഞ്ഞൾ, മുളക് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. കുറച്ച് മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ അത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം പതച്ചു. അതിലേക്ക് അരി നന്നായി കഴുകിയിട്ട് അതിലേക്ക് ചേർത്ത് ഇളക്കി വെച്ചു. ഇനി നമുക്ക് കുക്കർ 5 വിസിലടിക്കുന്നുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്യാം.
വിസിലൊക്കെ അടിഞ്ഞ് അത് നന്നായി വന്നിട്ടുണ്ട്. നമ്മൾ ഗ്യാസിലേക്ക് വേറൊരു വലിയ ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു, ഒരു നുള്ളു നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നേരത്തെ വിസിലടിപ്പിച്ച മസാലക്കൂട്ട് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായി ഹൈ ലെവലിൽ തന്നെ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ട്. അത് വറ്റുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്യാസ് നന്നായി കത്തിച്ച് വെക്കണം. അപ്പോഴേക്ക് നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ചോറ് ഒക്കെ നന്നായി ഇളക്കി ഒന്ന് റെഡിയാക്കി അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആ മസാലക്കൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മല്ലിയില അരിയാം. മല്ലിയില ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം. ചെറുതായി അരിഞ്ഞിട്ടാണ് ഞാൻ ചെറുതായാണ് അരിഞ്ഞത്. എന്നിട്ട് മസാലയിലേക്ക് അത് ഒന്ന് മേലയിലിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി അതവിടെ സെറ്റാകാൻ വെച്ചു. പിന്നെ തട്ടൊക്കെ നന്നായി വൃത്തികേടായിട്ടുണ്ടായി, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മസാല ഇത് അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച നെയ്ച്ചോറ് മേലയിലേക്ക് മിക്സ് ചെയ്ത് നമ്മൾ ദമ്മിടുകയാണ്. അതിലേക്ക് ചോറ് നന്നായി വെച്ചു. അതിൻ്റെ മേലെ കുറച്ച് മസാലപ്പൊടി ഇട്ടു. കളറെല്ലാം വെള്ളത്തിൽ എല്ലാം ചെറുനാരങ്ങ നീരിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ഉമ്മ കളറാക്കിയത്. കളർ ചേർക്കാറില്ല നമ്മൾ ചോറിൽ. അതിൻ്റെ മേലെ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും മല്ലിയിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് തിന്നാനുള്ള വാട്ടർമെലൺ, ബത്തക്ക, നമ്മുടെ നാട്ടിൽ ബത്തക്ക എന്നാണ് പറയൽ. നിങ്ങളുടെ നാട്ടിലെന്താ പറയാന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ബത്തക്ക നന്നായി കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇതിനിടെ ഓരോ ബത്തക്ക മിസ്സാകുന്നുണ്ട്. മക്കൾ ഓരോന്ന് എടുക്കുന്നുണ്ട്. ചെറിയ മോനുണ്ടേനു, ഓനിങ്ങനെ ഓരോന്ന് എടുക്കുന്നുണ്ട്. ബത്തക്ക പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി നന്നായി ദമ്മായിട്ടുണ്ട്. നമ്മളത് ഓരോരോ പ്ലേറ്റിലേക്ക് വിളമ്പിയാണ്. ആദ്യം എൻ്റെ പ്ലേറ്റിലേക്കാണ് വിളമ്പിയത്. അത് ഞാൻ നന്നായി കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കി. സാലഡും കൂടി ചേർത്ത് ബിരിയാണി കഴിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർമെലനെ ഒന്ന് ഇടിച്ച് ഒരു വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഉമ്മച്ചിയുടെ സ്പെഷ്യൽ പഴംപൊരിയും കൂടി ഉണ്ടായിരുന്നു. ആദ്യം പഴം നൈസായിട്ട് ഉമ്മ അരിഞ്ഞു. പിന്നെ മൈദയും ഉപ്പും വെള്ളവും കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച പഴം ചേർത്തു. അടുപ്പത്താണ് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത്. ഉമ്മ അടുപ്പത്തേ ഫുള്ള് ഉണ്ടാക്കുകയുള്ളൂ. അടുപ്പിലേക്കിട്ട് മിക്സൊക്കെ ചേർത്ത് പഴം മാവിൽ മുക്കി പഴം പൊരിച്ചെടുക്കുന്നുണ്ട്. പഴം പൊരിച്ചു. പഴംപൊരി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമോൺ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഉമ്മച്ചിയുടെ പഴംപൊരി ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മക്കളൊക്കെ ഇതിപ്പോൾ കോരുന്നതിന് ഓരോന്ന് കൊണ്ടുപോകുന്നുണ്ട് മക്കളൊക്കെ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ്.